ഐമുറി കയ്യൂത്തിയൽ മേരിമാത LP സ്കൂൾ ജൂബിലി സ്മാരക മന്ദിരവും സുവർണ ജൂബിലി സമാപന സമ്മേളനവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. 50 വർഷം എന്ന് പറയുന്നത് സുദീർഘമായ ഒരു കാലയളവാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന കർമ്മന്മാർക്ക്, പ്രായമായ ആളുകൾക്ക് പലർക്കും മനസ്സിൽ സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലൊരു സ്കൂള് ഈ ദേവാലയത്തോടനുബന്ധമായി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് വഴിയാണ് ഈ പ്രദേശത്ത് സാധാരണക്കാരായിട്ടുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് അവർക്ക് സ്കൂളിൽ പോകുവാനും മികച്ച വിദ്യാഭ്യാസം നേടുവാനുമുള്ള ഒരവസരം തുറന്നു കിട്ടിയത്. അത് തീർച്ചയായിട്ടും സഭ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം അത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം പരിശോധിക്കുമ്പോൾ കേരള വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയധികം മുന്നേറ്റങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന ഒരാശയം അത് നെഞ്ചിലേറ്റി പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ സഭ വലിയ ഇടപെടലുകൾ നടത്തിയതുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഇത്രയേറെ മുന്നേറ്റങ്ങൾ കൈവരിക്കുന്നതിന് കേരളത്തിന് സഹായകരമായതൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം അധ്യക്ഷൻ മനോജ് മൂത്തടൻ MLA നിർവഹിച്ചു. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കരുത്തു പകർന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ LP സ്കൂൾ. ആ സ്കൂളിന്റെ 50 വർഷക്കാലത്തെ നീണ്ട ചൈത്രയാത്രയിൽ 50 വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അക്കാദമിക് മന്ദിരമാണ് അവിടെ സജ്ജമായിട്ടുള്ളത്. നമ്മുടെ പള്ളിയുടെ നേതൃത്വത്തിൽ നിരവധിയാർന്ന പ്രവർത്തനങ്ങളിലൂടെ വളരെ സൗകര്യത്തോടുകൂടി, ആധുനികമായിട്ടുള്ള സൗകര്യത്തോടുകൂടി വളരെ മികച്ച നിലവാരത്തിൽ ഒരു അക്കാദമിക് മന്ദിരം, ഒരു കെട്ടിടം യാഥാർത്ഥ്യമായി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമാണ്. കാരണം അത്രയേറെ സ്കൂളുകളൊക്കെ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു ഘട്ടത്തിൽ, മാനേജ്മെന്റ് സ്കൂളുകൾ വലിയ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ഈ പള്ളിയുടെ നേതൃത്വത്തിൽ നേരത്തെയുള്ള വെന്യച്ചനാണെങ്കിലും ഇപ്പോഴത്തെ ജോസഫിനാണെങ്കിലും എല്ലാവരും ചേർന്ന്, ഇവിടെയുള്ള മുഴുവൻ ഇടവക ജനങ്ങളും എല്ലാം ചേർന്ന്, മറ്റ് പ്രദേശത്തുള്ള വിശ്വാസി സമൂഹം എല്ലാം ചേർന്ന് വലിയ തോതിൽ ഒരു വലിയ കെട്ടിടം പണിതുയർത്തി നമ്മുടെ പുതിയ തലമുറയ്ക്ക് എല്ലാ സൗകര്യത്തിൽ പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. സ്കൂൾ മാനേജർ ഫാദർ ജോസ് ചോലക്കര സ്വാഗതവും സ്കൂൾ HM രഞ്ജു K തോമസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. മുൻ MLA മാരായ അഡ്വക്കേറ്റ് എൽദോസ് P കുന്നപ്പള്ളി, സാജു പോൾ, കൂപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിനോയ് അരീക്കൽ, ഷെമി വർഗീസ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KB സജീവ, ബ്ലോക്ക് മെമ്പർ മിനി ബാബു, PTA പ്രസിഡന്റ് ജോബിസ് G ആട്ടുകാരൻ, ട്രസ്റ്റി ജിനു പൂവത്തുംപീടൻ, MPTA പ്രസിഡന്റ് ബീനു ലിൻസൺ, പൂർവ്വ വിദ്യാർത്ഥി പ്രസിഡന്റ് ബാബു വർഗീസ്, സ്റ്റാഫ് സെക്രട്ടറി KP ഹരികൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. ജനപ്രതിനിധികളും മുൻ അധ്യാപകരും സന്നിഹിതരായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ ബേബി തോപ്പിലാൻ നന്ദിയും പറഞ്ഞു. ഓണത്തിന്റെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി BNB ഫാഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബ്രാൻഡഡ് കമ്പനികളുടേതുൾപ്പെടെ ഏറ്റവും പുതിയ ട്രെൻഡിലുള്ള ലേഡീസ് ഐറ്റങ്ങൾ, കോട്ട്, സെറ്റ് ടോപ്പുകൾ, കുത്താമ്പള്ളി ഡബിൾ മുണ്ടുകൾ, സെറ്റ് സാരി, സെറ്റ് മുണ്ടുകൾ, പട്ടുപാവാടകൾ, കുട്ടിയുടുപ്പുകൾ തുടങ്ങി വിപുലമായ കളക്ഷൻസ് BNBയിൽ ഒരുക്കിയിട്ടുണ്ട്. BNB ഫാഷൻ, പൂപ്പാനി റോഡ്, ഐമുറിക്കവല.